മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരു വ്യക്തിയും ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തിയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മേജറായിട്ട് 2 വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന്, ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട വ്യക്തി അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് സമ്പന്നനെ പോലെയാണ്. അദ്ദേഹത്തിന് നല്ലൊരു വീട് വേണം, അദ്ദേഹത്തിന് നല്ലൊരു കാറ് വേണം, അദ്ദേഹത്തിന് നല്ല ഡ്രസ്സ് വേണം, അദ്ദേഹത്തിൻ്റെ മക്കൾ നല്ല ഏറ്റവും സിറ്റിയിൽ തന്നെ ഏറ്റവും നല്ല സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹം വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റ് വെച്ചിട്ട് വലിയ ഹോളിൽ വലിയ രീതിയിൽ നടത്തണം, എല്ലാം ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലോൺ ഉണ്ടാവും, പേഴ്സണൽ ലോൺ ഉണ്ടാവും, ഹോം ലോൺ ഉണ്ടാവും, വെഹിക്കിൾ ലോൺ ഉണ്ടാവും, പ്രോപ്പർട്ടി ലോൺ ഉണ്ടാവും, ഇങ്ങനെ എല്ലാ ലോണുകളും ഉണ്ടാവും ഒരു സൈഡിൽ. അവസാനം ജീവിത കാലഘട്ടം അവസാനിക്കാറാവുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ബാധയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പുറത്തു നിന്ന് ഒരാൾ കാണുമ്പോൾ അദ്ദേഹം വളരെ സമ്പന്നനെ പോലെ ജീവിച്ചതായിട്ടും ആർഭാടത്തിൽ ജീവിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശാന്തിയോ സമാധാനമോ പ്രത്യക്ഷത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്രകാരത്തിലുള്ളൊരു ജീവിതം കെട്ടിപ്പടക്കണമെന്ന് ചോദിച്ചാൽ അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. നമ്മൾ ഈ മിഡിൽ ക്ലാസ് കുടുംബം എന്ന് പറയുന്ന ഈ കുടുംബത്തിലെ ഈ വ്യക്തി അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സമ്പന്നനെ പോലെയാണ്. പക്ഷേ അദ്ദേഹം ഒരു സമ്പന്നനെ പോലെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് മിഡിൽ ക്ലാസ്സും സമ്പന്നനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു സമ്പന്നനെ പോലെയും നമ്മൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത് സമ്പന്നനെ പോലെയല്ല എന്നുള്ളതാണ്.